അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്പം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നാഥൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുമായി ഖബറാളികളെ സന്ദർശിക്കുന്ന സമയം ഒരു ഖബറിൽ നിന്നും ഒരു നിലവിളി കേൾക്കുകയാണ്. അൽ അമാൻ അൽ അമാന മിൻ അസാബില്ല യാ റസൂലല്ലാഹ്. ഓ നബിയെ, ഞാനിവിടെ നരകശിക്ഷ അനുഭവിക്കുകയാണ്, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അട്ടഹാസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ സൽമാനെ, ഇവിടെ മറവിട്ട് കിടക്കുന്ന എല്ലാ ഖബറാളികളുടെ വീട്ടുകാരോടും വരാൻ പറയണം. എല്ലാവരും വന്നു. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്ന ആ ഖബറാളിയുടെ അരികിലേക്ക് ആരും തന്നെ വന്നില്ല. അല്പസമയത്തിന് ശേഷം നല്ല പ്രായമായൊരു അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്, കയ്യിലൊരു വടിയും കുത്തിക്കൊണ്ട്. ആ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, ഇവിടെ മറവിട്ട് കിടക്കുന്നത് ഉമ്മയുടെ ആരാണ്? എൻ്റെ മകനാണ് നബിയെ. മകനും നിങ്ങളും എങ്ങനെയായിരുന്നു ഉമ്മ ദുനിയാവിൽ ജീവിച്ചിരുന്നത്? നല്ല സ്നേഹത്തിലായിരുന്നു നബിയെ. പക്ഷേ ഒരു ദിവസം അവൻ മദ്യപിച്ച് വന്ന് എന്നെ വല്ലാതെ ഉപദ്രവിച്ചു നബിയെ എന്നിങ്ങനെ ഉമ്മ വല്ലാത്ത വിഷമത്തോടെ പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മ, അതാ മോനക്ക് പൊരുത്തം കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ മോനിക്ക് എല്ലാം പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവൻ എന്നെ ഉപദ്രവിച്ചത് എൻ്റെ ശരീരം ആകെ വേദനിച്ചു നബിയെ, അതുമാത്രം ഞാൻ അവനക്ക് പൊരുത്തം കൊടുത്തിട്ടില്ല എന്നിങ്ങനെ ആ ഉമ്മ പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയോട് പറയുന്നു, ഉമ്മ, അതും കൂടി ആ മോനക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം, ആ മോനവിടെ നരകശിക്ഷ അനുഭവിക്കുകയാണ് ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറയുന്നു, ഇല്ല നബിയെ, നബി തങ്ങൾ എത്ര പറഞ്ഞു നോക്കിയിട്ടും ഉമ്മയുടെ മറുപടിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയോട് പറയുന്നു, ഉമ്മ, ആ ഖബറാളിയുടെ അവിടേക്കൊന്ന് ഉമ്മയുടെ ചെവി അടുപ്പിക്കുക എന്നിങ്ങനെ പറഞ്ഞ സമയവും അടുപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് പ്രകാരം അവിടുത്തെ ആ ഖബറാളി കരയുന്ന ആ ശബ്ദം ഇങ്ങനെ ഉമ്മ കേൾക്കുകയും ചെയ്തു. ഖബറാളി പിന്നെ കരയുകയാണ്, അൽ അമാൻ അൽ അമാന മിൻ അദാബില്ല യാ റസൂലല്ലാഹ്. നബിയെ, ഞാനിവിടെ നരകശിക്ഷ അനുഭവിക്കുന്നു, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ആ ഖബറാളി കരയുമ്പോൾ ആ ഉമ്മാക്ക് വല്ലാത്ത വേദനയാണ്. തൻ്റെ മകനാണ് അവിടെ നരകശിക്ഷ അനുഭവിക്കുന്നത്.